ബ്ലോവർ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തെ പുക ഉണ്ടോ അത് നോക്കിയേ. അങ്ങനെ നമ്മളിത് ചൂളക്കുള്ള തീ പതുക്കെ അത് കൊളുത്തിയിരിക്കും കേട്ടോ. ഇനി നല്ലതുപോലെ കക്കായും കരിയും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നോക്കിയേ, ഫൈനലി നമ്മുടെ നീറ്റുകക്ക ഫുൾ അടുക്കി കൂട്ടിയിട്ടേക്കുന്നത് നോക്കിയേ. ജീവനുള്ള കക്കായം നമ്മളിത് വാരി ഇത് കരയ്ക്കേക്ക് നോക്കുകയാണ്. ഇതുണ്ട്, ഇതാണ് ജീവനുള്ള കക്ക. ഇതുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തുന്നത്. എന്താണെന്നറിയോ? ഇതുണ്ടോ, നമ്മുടെ കക്ക കായലിൽ നിന്ന് വാരി എടുത്തിരിക്കുകയാണ്. ഈ കക്ക ഫുള്ള് ഇപ്പം വാരി എടുത്തുകൊണ്ട് കായലിൽ നിന്ന് വന്ന് നമ്മുടെ ശ്രീകുമാർ ചേട്ടനാണ് ഈ കക്കായെ നമ്മൾ നീറ്റ് കക്കായാക്കി മാറ്റുന്ന പ്രോസസ്സിംഗ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത പണി എന്താണ് ചേട്ടാ? ഇതിന്റെ ഇറച്ചി എടുക്കും. കക്കായ ഇറച്ചി സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചെടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് അല്ലേ? അതെ. അപ്പോൾ ഇത് നമ്മൾ നേരെ കരയിലേക്ക് അടുപ്പിക്കാൻ പോവാണ്. നമ്മുടെ വള്ളം കരയിലേക്ക് അടുപ്പിച്ച് അതിന്റെ പ്രോസസ്സിംഗ് ആണ് ഇനി കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ വള്ളം ഇത് പതുക്കെ കരയ്ക്ക് അടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കക്കായിറച്ചിയായിട്ട് തിരിക്കുന്നതാണെന്ന് തോന്നുന്നത്. ഒരുപാട് പേര് ഇവിടെ പണിയെടുക്കുന്നുണ്ട്. കക്കായുമായിട്ട് നമ്മളിത് വള്ളം പതുക്കെ അങ്ങ് കരയിലേക്ക് അങ്ങ് അടുപ്പിക്കുവാണ്. അപ്പം അങ്ങനെ നമ്മുടെ വള്ളം അടുത്തിന് ഓക്കെ. അപ്പൊ കായലിൽ നിന്ന് കോരി കൊണ്ടുപോകുന്ന കക്ക ഇത് നമ്മൾ ചെരുവത്തിലേക്ക് മാറ്റിയിടുവാണ്. അടുത്ത പണികളുണ്ടല്ലോ, നമ്മുടെ ഈ കക്കായുടെ ഇറച്ചി ഇതിൻ്റെ അകത്ത് നിറച്ച് ഇറച്ചിയാണ്. അത് തന്നെ തിരിച്ചെടുക്കുന്ന പണികളാണ് അടുത്തത് കാണാനായിട്ട് പോകുന്നത്. അതൊക്കെ ഒരു വലിയൊരു ചെരുവ് അങ്ങ് വെച്ചു. വെള്ളം ഇനി ഒഴിച്ചങ്ങ് ഇടുക അല്ലേ. ഇതിനെ കക്ക ഇട്ടിട്ട് കൊടുക്കുവാണ് കേട്ടോ. കക്ക പുഴുങ്ങാനായിട്ട് ഇട്ടേക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ചേട്ടാ, ഇതേ എത്ര മണിക്കൂർ ഇതുപോലെ തുടർച്ചയായിട്ട് തീ കത്തണം? അരമണിക്കൂർ കത്തിക്കണം അല്ലേ? അന്നേരം നമുക്കിത് പൊളിച്ചെടുക്കാറാവും. ഇപ്പൊ ഒരു അരമണിക്കൂറോളം ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കമ്പിട്ട് പതുക്കെ അങ്ങ് വട്ടത്തിൽ ചുറ്റി അങ്ങ് ഇളക്കി കൊടുക്കും അല്ലേ? അത് തന്നെ. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിന്റെ കാര്യം ഇതെല്ലായിടത്തും ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് പൊട്ടി മലരാനും വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ കക്ക അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റെഡി ആയി കേട്ടോ. ഇനിയിപ്പോൾ ഇവരിവിടെ ഒരു നെറ്റ് പോലെ ഒരു അരിപ്പ പോലെ ഒരു സാധനമാണ്. ഇതിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ ആട്ടി കൊടുക്കുകയാണ്. ഇങ്ങനെ ഇത് അരിപ്പയിൽ ആട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കക്കായിറച്ചി നിലത്ത് നമ്മുടെ പടുതായിലേക്കും വീഴും. തിരിഞ്ഞു കിട്ടുന്ന കക്ക നമ്മളിത് ഒരു സൈഡിലേക്ക് അങ്ങ് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ട്, ഈ നാട്ടിൽ ഒരുപാട് പേര് ഈ ഒരു പണിയിൽ ഏർപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പണി കാണുന്ന ഈ ഒരു സ്ഥലമാണല്ലോ, വൈക്കത്ത് TV പുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുമരകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ കക്കായിറച്ചി നല്ലതുപോലെ സെപ്പറേറ്റ് തിരിച്ചെടുത്തു.
അപ്പൊ നമ്മളിത് പലപ്പോഴായിട്ട് നമ്മള് ശേഖരിച്ച കക്കാകള് ഇത് ഇനി എന്ത് ചെയ്യും ഇപ്പം? ഇത് വ്യവസായികൾക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് സൊസൈറ്റി അളന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൊസൈറ്റി അളന്ന് കൊടുക്കും. അപ്പൊ അത് വള്ളത്തെ കയറ്റി ഞങ്ങൾ അവരുടെ ചൂളെ കൊണ്ടേ കൊടുക്കും. ചൂളെ കൊണ്ടേ കൊടുക്കും. അതെ. ഇന്നിപ്പോ നമ്മൾ ഈ ലോഡ് കയറ്റി എങ്ങോട്ടാണ് പോകുന്നത്? ചന്ദ്രബോസിന്റെ ചൂളയിലേക്ക്. ചന്ദ്രബോസിന്റെ ചൂളയിലാണെന്ന് നമ്മുടെ അടുത്ത പ്രോസസ്സിംഗ് എല്ലാം കാണാൻ പോകുന്നത്. നീറ്റ് കക്ക എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന കാഴ്ചകളെല്ലാം ഇനി നമ്മൾ ചന്ദ്രബോസിന്റെ ചൂളയിലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വള്ളത്തെ കയറ്റി നേരെ ചന്ദ്രബോസ് ചേട്ടന്റെ അടുത്ത് പോയി അവിടെയാണ് ഇനി ബാക്കി പ്രോസസ്സുകളെല്ലാം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മളിത് കക്കായുമായിട്ട് ചന്ദ്രബോസ് ചേട്ടൻ്റെ ഇത് ചൂളയിലെത്തിയിരിക്കുവാണ്. ഇതുണ്ടോ ഈ വള്ളത്തിൽ ഇപ്പോൾ ഉള്ള കക്ക 13 ടണ്ണ് കക്ക ഉണ്ട് കേട്ടോ. നമുക്ക് നീറ്റാൻ വേണ്ടിയുള്ള കക്കയാണ് ഈ വന്നിരിക്കുന്നത്. ഇനി ഇത് ഫുള്ള് ലോഡ് അടിച്ച് നമ്മൾ കരയിലേക്ക് ഇടും. കരയിലേക്ക് ഇട്ടിട്ടാണ് ബാക്കിയുള്ള പണികളങ്ങ് തുടങ്ങുന്നത്. ഇനിയിപ്പോൾ ഓരോ കൊട്ടയായിട്ട് ഇങ്ങനെ ഞങ്ങൾ പിടിച്ചത് കൊണ്ടുവന്ന് ഇതുപോലെ കരയ്ക്കാക്കി അങ്ങ് ഇടുവാണ്. വള്ളത്തെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട കക്കായൊക്കെ ഉണ്ടല്ലോ എടുത്ത് നീറ്റാനായിട്ട് പോവാണ്. കേട്ടോ, ആദ്യത്തെ പണി എന്താണ്? ആദ്യം അളന്ന് കക്ക എടുത്ത് തറയിലിടുക. തറയിലേക്ക് ഇടണം. ഇങ്ങനെ നിരത്തി ഇടണം. നിരത്തി ഇട്ടിട്ട് എന്ത് ചെയ്യും നമ്മൾ? അതിന്റെ മുകളിൽ കരിയിടും. കരി ഇടുന്ന പണിയാണ് ഇത്. നിരത്തി ഇട്ട് കഴിഞ്ഞാൽ കരിയിടും. ഈ കക്ക ഫുള്ള് വാരി ഇതുപോലെ ഒരു തറയിലേക്ക് കൊണ്ട് അങ്ങ് നിരത്തി അങ്ങ് ഇടുവാണ്. എന്നിട്ട് കരി ഇടാൻ പോവാന്നാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് അങ്ങ് നിരത്തി ഇടുവോ? അപ്പൊ കരി ഇതിന്റെ മുകളിൽ കരിയിട്ട് ലെവൽ ചെയ്യും. ഇതിന്റെ മുകളിലേക്ക് നിരത്തി കരിയിടും. അപ്പൊ ഇത് ഈ കക്ക ഫുള്ള് നല്ലതുപോലെ കഴുകി അല്ലേ? കഴുകിയ കക്കായുടെ മുകളിലേക്ക് ഇനി എന്തായാലും ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല, ഇനി കരി മാത്രം ഇട്ട് കരിയിടും. അപ്പൊ നമ്മുടെ കക്ക നമ്മളിവിടെ ഫുള്ള് വാരി നിരത്തി ഇട്ടു നല്ലതുപോലെ. എന്നിട്ട് കഴുകി വാഷ് ചെയ്തു. നല്ല തെളിമയല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇതിന്റെ മുകളിൽ കരി അളന്നിടും. ഫുള്ള് കരി അളന്ന് നിരത്തി ഇടുവാണ്. നിരത്തി മാത്രമേ ഇടുള്ളൂ. നിരത്തി ഇട്ട് കഴിഞ്ഞ് ഇളക്കി മിക്സ് ചെയ്യും. കരിയിട്ട് മിക്സ് ആക്കും. കരിയിട്ട് മിക്സ് ആക്കുന്ന പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ചേട്ടാ, ഇതുപോലെ ഈ കരി ഇടുന്നത് ഇത് എന്ത് കരിയാണിത്? ഇത് കൽക്കരിയുടെ ഒരു വകഭേദം. കൽക്കരിയുടെ വകഭേദം. അപ്പൊ ഇതിൽ ശരിക്കും എന്താണ് ഇത് ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞ് കത്തുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സ്? ഇത് കക്കായുമായിട്ട് ഇത് മിക്സ് ചെയ്യുക. കക്കായുമായിട്ട് മിക്സ് ആവുകയാണ്. സത്യത്തിൽ കക്ക കത്തുന്നില്ല, ഈ സാധനമാണ് കത്തി ജ്വലിക്കുന്നത്. അത് ഈ കക്കായുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് കത്തുകയും കക്ക വേകുകയും ചെയ്യും. അപ്പൊ ഈ കൽക്കരിയുടെ ഒരു ഭാഗം പിന്നെ കാണുന്നില്ല, ചാരമായിട്ട് പോകും. പിന്നെ കക്ക മാത്രം വെന്ത് നമ്മുടെ നീറ്റ് കക്കായായിട്ട് മാറും. ഇത് ഇനി നല്ലതുപോലെ കക്കായും കരിയും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറവ് തോന്നിയാൽ വീണ്ടും നമ്മൾ കരിയിട്ട് കൊടുക്കും അല്ലേ? തൂളി കൊടുക്കും അല്ലേ? ചൂളയെല്ലാം നല്ല വൃത്തിയാക്കി കേട്ടോ. ഇതിലാണ് നമ്മൾ കക്ക ഇട്ട് നീറ്റാനായിട്ട് പോകുന്നത്. അപ്പം ഇതെന്താണ് ചേട്ടാ ഫസ്റ്റ് ചെയ്യുന്നത്? അച്ചു വെക്കാം. ഇതെന്താണ് ചേട്ടാ ഇങ്ങനെ ഈ ചൂള ഇങ്ങനെ മൂടുന്ന? തീ പിടിക്കാൻ വേണ്ടി.
തീ പിടിക്കാൻ തീ കയറി വരാൻ വേണ്ടി, കാറ്റ് വരാൻ വേണ്ടി. ഓ, ഇതിന്റെ അകത്തൂടെയാണ് കാറ്റ് വരുന്നത്. ബ്ലോവർ അല്ല, കണ്ടോ? ഈ ഒരു ഹോളിന്റെ അകത്തൂടെയാണ് ബ്ലോവർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ബ്ലോവർ സിസ്റ്റം. ഇവിടെ അതിന്റെ മെഷീനറീസ് എല്ലാം ഇരിക്കുന്നു. ഇതിലൂടെ ഈ കാറ്റ് ഈ ചൂളക്കകത്തേക്ക് ഇങ്ങ് വരുവാണ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചിരട്ട സാധനങ്ങളെല്ലാം അടുക്കി കൊടുക്കുന്നിടത്തുനിന്ന് കരിയൊന്നും താഴേക്ക് പോകാതിരിക്കാൻ അല്ലേ? ആ ഹോളിൽ കൂടെയാണ് നമ്മൾ കാറ്റ് വരുന്നത് ബ്ലോവറിന്റെ അകത്തുനിന്ന്. അപ്പൊ ഇത് ഫസ്റ്റ് ഘട്ടം ഇത് ചിരട്ട അങ്ങ് അടുക്കി കൊടുത്തോണ്ടിരിക്കുവാണ്. ചിരട്ട ഫുള്ള് നിരത്തി കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത പണി എന്താണ്? അടുത്ത പണി പൊടി ഇടുക. പൊടി ഇടുക. എന്ത് പൊടിയാണ് ഇത്? അറക്കപ്പൊടിയാ. അറക്കപ്പൊടി. കടഞ്ഞ പൊടി. അറക്കപ്പൊടി. അറക്കപ്പൊടി അപ്പൊ ഇതിന്റെ മുകളിലേക്ക് അങ്ങ് നിരത്തി ഇടാനായിട്ട് പോകും അല്ലേ? അറക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്തിനാ ചേട്ടാ? തീ കയറി വരാൻ, തീ പിടിക്കാൻ, പെട്ടെന്ന് തീ കയറി പിടിക്കാൻ വേണ്ടി. കക്കായും കരിയും നല്ലതുപോലെ മിക്സ് ചെയ്തു. അതുപോലെ തന്നെ ചിരട്ട അറക്കപ്പൊടി എല്ലാം വെച്ചു. ഇനിയിപ്പോ എന്താണ് അടുത്തത്? കക്ക റൗണ്ടിൽ അങ്ങ് ഇടും. ഇതിന്റെ ചുറ്റും അങ്ങ് ഇടും. ഇത്ര ഇടവായിരിക്കും. അവിടെ തീ കൊളുത്തും. ഇതിന്റെ ചുറ്റിന് ഇതുപോലെ അങ്ങ് കക്കായിട്ട് കൊടുക്കും അല്ലേ? അതെ. ചിരട്ടയുടെ ചുറ്റും നമ്മൾ കക്ക നിരത്തി കൊടുത്തതിന്റെ നടുക്ക് ഇതേ നമ്മൾ തീ അങ്ങ് കത്തിക്കാനായിട്ട് പോവാണ്. ഇതേ അങ്ങനെ നമ്മളിതേ പതുക്കെ തീ കത്തിക്കാൻ പോവാണ് ചൂളയ്ക്കുള്ള. തീ കത്തിച്ചതിന് ശേഷം വീണ്ടും ഇതേ കക്ക ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതെന്തിനായിട്ടാ ഇങ്ങനെ ഇടിച്ചു പൊത്തുന്ന? അത് കക്കയുടെ കണ്ണടയാൻ വേണ്ടി. ഇടിഞ്ഞു പോകാതിരിക്കാനും കണ്ണടയാനും. അപ്പൊ ഇത് ബ്ലോവർ അങ്ങ് ഓൺ ആക്കിയിട്ട് ലൈവായിട്ട് ഇനി നമ്മൾ അടുത്ത പണികളിലേക്ക് അങ്ങ് പോവാണ്. നമ്മൾ ബ്ലോവർ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് കൊടുക്കാൻ പോവാണ്. ഇത് നമ്മുടെ ചൂളയ്ക്ക് വേണ്ടിയുള്ള. നോക്കിക്കേ, നമ്മുടെ ബ്ലോവർ ഓൺ ആക്കി. കണ്ടോ, പുക വരാൻ തുടങ്ങി അകത്തുനിന്ന്. ഇതെന്തിനാട്ടോ ഇങ്ങനെ കുമ്മായി ഇട്ട് കൊടുക്കുന്നത്? കുമ്മായി ഇട്ടാൽ അത് നല്ലതായിട്ട് കണ്ണടഞ്ഞ് അകത്തുള്ള കക്ക എല്ലാം വേവും. ഒരുമിച്ച് ഒറ്റ ഒരു വേവ് വരാനാ? അതുപോലെ തന്നെ നല്ല ഫുള്ളായിട്ട് നല്ലതായിട്ട് വെന്തിരിക്കും കക്ക. കുമ്മായി ഒക്കെ ഇട്ട് മൂടി ഇത് വീണ്ടും നമ്മൾ നമ്മുടെ ബ്ലോവറിന്റെ മോട്ടറെല്ലാം അങ്ങ് ഓണാക്കി കൊടുക്കുകയാണ്. ചൂടല്ലേ? കനല് പോലെയല്ലേ? കനല് പോലെ നല്ല തെളിഞ്ഞു വരാൻ തുടങ്ങി കേട്ടോ. നോക്കിയേ, ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇങ്ങോട്ട് അടിക്കുന്ന ചൂടല്ലേ? അതെ അതെ അതെ. അയ്യോ, ഭയങ്കര ചൂട് തന്നെ. ഇനിയിപ്പോ എത്ര നേരം കൂടെ ഇങ്ങനെ കത്തി നിൽക്കും? ഇനി ഒരു 4 മണിക്കൂർ വേണം. 4 മണിക്കൂർ വേണം. അപ്പൊ ഫുള്ള് ഇങ്ങനെ കത്തി നിൽക്കും. അപ്പൊ രാത്രിയാണെങ്കിൽ നല്ലൊരു ഷെയറായിരിക്കും കാണാൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഈ ബ്ലോവർ എപ്പോ ഓഫ് ചെയ്യും?
നമ്മള് ഇത് കംപ്ലീറ്റ് ഇത് തണുക്കും. ഇപ്പൊ ഇവിടെ തണുത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യും. ഏകദേശം എത്ര മണിക്കൂർ കഴിയുമ്പോൾ 4.5 മണിക്കൂറാണ് നമ്മുടെ ടൈം. ഇത് കത്തി തീരുന്നു അത് തീർന്നു കഴിഞ്ഞാലുള്ളത് നമുക്ക് നിർത്താനുള്ള. അതിന് മുമ്പ് നിർത്തിയാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കല്ലൊക്കെ നിൽക്കും. വട്ടം കല്ലായിട്ട് പിന്നെ പണിയാനൊക്കത്തില്ല. ഇന്നിപ്പോ വൈകുന്നേരം ഇപ്പൊ ഒരു 4 മണിക്കൂർ കഴിഞ്ഞത് ബ്ലോവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര മണിയാകുമ്പോൾ ഇത് വാരാൻ പറ്റും? നമ്മൾ രാത്രി നൈറ്റ് പണിയുന്നില്ലല്ലോ. ഇല്ല, നേരം എടുത്ത് പിറ്റേ ദിവസം നമ്മളൊരു 5-6 മണിക്കൂർ ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ. അന്നേരം ഒന്നുകൂടെ കാറ്റടി കൊണ്ടാറും. രാവിലെ പാക്കറ്റ് പിടിച്ച് ഇതുപോലെ പാക്കറ്റിനകത്ത് നമ്മൾ നിറയ്ക്കും. അപ്പം ഇനിയിപ്പോ നാളെ ഇത് വാരാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഇത് ചൂളയൊക്കെ തണുത്ത് നല്ല റെഡി ആയി കേട്ടോ. ഇനിയിപ്പോ ഇത് ഓർഡർ അനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് പോവാണ്. അത് നോക്കിയേ, ഫൈനലി നമ്മുടെ നീറ്റുകക്ക ഫുൾ അടുക്കി കൂട്ടിയിട്ടേക്കുന്നത് നോക്കിയേ. നീറ്റ് കുമ്മായമാക്കാൻ വേണ്ടി ഉള്ള പണികളാണ് ഇപ്പോൾ ഈ നടത്തുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ വെള്ളം അങ്ങ് തളിച്ച് അങ്ങ് കൊടുക്കാൻ പോവാണ്. ഇപ്പം വെള്ളം ഒഴിച്ചിട്ടേക്കാണ് കേട്ടോ. ചെറുതായിട്ട് ചൂടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ കക്ക പൊടിച്ചെടുത്ത കുമ്മായം അല്ലേ? അപ്പൊ ഓരോ ഓർഡർ അനുസരിച്ചാണ് നമ്മളിതിപ്പം അതിനനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്യും അല്ലേ? ഫൈനലി നമ്മുടെ നീറ്റ് കക്കയൊക്കെ റെഡിയായി. നോക്കിക്കേ, കണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ നീറ്റുന്ന നീറ്റ് കക്ക. നോക്ക്, എത്ര ദിവസത്തെ അധ്വാനം എന്നറിയോ ഈ കക്കയൊക്കെ ആക്കി എടുക്കുന്ന ഒരു പണിയല്ലേ? പിന്നെ തീർച്ചയായിട്ടും വള്ളംകാരുടെ കൂടെ പോയി ഇതെങ്ങനെയാണ് കായലിൽ നിന്ന് വാരുന്നത്, അതുപോലെ തന്നെ നീറ്റ് കക്ക പൊളിച്ച് ഇതിന്റെ കക്കയിറച്ചി എടുത്ത് മാറ്റുന്നു, അതുപോലെ തന്നെ ഇത് നമ്മുടെ വള്ളത്തേല് ചന്ദ്രൻ ചേട്ടന്റെ ഈ ചൂളയിലേക്ക് എത്തുന്നോടം വരെ ഫുള്ള് നമ്മൾ കണ്ടല്ലോ. ഈ ചേട്ടന്മാരൊക്കെ ആയിരുന്നു കേട്ടോ അതിന്റെ ഈ ഇവിടെ നീറ്റ് കക്കയാക്കി മാറ്റുന്ന പ്രോസസ്സിങ്ങിന്റെ മൊത്തം പുറകിലുള്ള ആൾക്കാര്. ഒരുപാട് ദിവസത്തെ പ്രയത്നങ്ങളും അധ്വാനവും അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മേഖലയിലെ കഷ്ടപ്പാട് ഭയങ്കര ഒരു കഷ്ടപ്പാട് തന്നെയാണ്. ഭയങ്കര തീ ചൂടിൽ നിന്നാണ് ഇത് ഏറ്റവും അവസാനത്തെ ഒരു പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്രയ്ക്കും കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഈ ചൂള പ്രവർത്തിക്കുന്ന ചന്ദ്രൻ ചേട്ടന്റെ നേതൃത്വത്തിലാണ്. ചന്ദ്രൻ ചേട്ടന്റെ കോൺടാക്റ്റും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എങ്ങനെയാണ് നീറ്റ് കക്ക ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വളരെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാക്കറ്റുകളെല്ലാം നിറച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇത് നേരെ വള്ളത്തിലോട്ട് കയറ്റും. വള്ളത്തിലേക്ക് കയറ്റും. എന്നിട്ട് വ്യാപാരികൾക്ക് കൊണ്ട് കൊടുക്കും. അവിടെ വണ്ടി വരും. വണ്ടി വരുന്ന സ്പോട്ടിൽ കൊണ്ട് വള്ളം അടുപ്പിക്കും. അവിടെ നിന്ന് വണ്ടിയെ കയറ്റി ഞങ്ങൾ കൊടുക്കും. അവര് വ്യാപാരിക്ക് കൊണ്ട് കൊടുക്കും.